നമസ്കാരം സുഹൃത്തുക്കളെ. ഇതുണ്ട്, ഇത് അഞ്ചങ്ങാടി ബീച്ചാണ്. അഞ്ചങ്ങാടി ബീച്ച് കടൽ തീരമാണ്, കടൽ പ്രദേശം. ഇതുണ്ട്, ഒരു വീട് കടൽക്ഷോഭം ഉണ്ടായി പോയിരിക്കുന്നത്. ഇതുണ്ടോ, ഈ വീടിൻ്റെ എല്ലാ ഭാഗങ്ങളും തകർന്നിരിക്കുക. ഇതുണ്ടോ, ഈ വീട് എൻ്റെ എല്ലാ സാധനങ്ങളും നശിച്ചു പോയി. കടലിൽ നിന്ന് കടൽ തിരയടിച്ച് കയറിയിട്ട് എല്ലാം തകർന്നു പോയിരിക്കുക. ഞാൻ ഇതിനകത്തേക്ക് കയറാമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇവിടെ നാട്ടുകാർ പറഞ്ഞു, ഇവിടെ ഈ ഇഴജന്തുക്കളുടെ ശല്യം ഉണ്ടെന്ന് പറഞ്ഞു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞു നാട്ടുകാരെ. അപ്പം നമുക്ക് ഇത് കണ്ടോണം, ഈ വീടിൻ്റെ അവസ്ഥ ഉണ്ടോ. അത് ഈ വീടിനകത്തോട്ട് നോക്കിയാൽ സൂം ചെയ്താൽ കടൽ കാണാം. ഇത് കണ്ടോ, വീടിനകത്തോട്ട് സൂം ചെയ്താൽ കടൽ കാണാൻ പറ്റും. നമ്മൾ പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് കയറുന്നില്ല, എങ്കിലും ഞാൻ പറ്റുന്ന എത്രയും വീഡിയോ കാണിച്ചത്. ഇതുണ്ടോ, നമ്മളെ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരമാണ്. അതുകൊണ്ടോ, വീട് കണ്ടോ, തകർന്നു പോയി കണ്ടോ, അതിൻ്റെ എല്ലാ ഭാഗവും തകർന്നിരിക്കുക. വീട് കണ്ടോ, ഭയങ്കര അവസ്ഥയല്ല. നോക്കി, മേളിൽ കാണുന്നത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് നമ്മുടെ കടലിൻ്റെ ബാക്കിലോട്ടുള്ള വഴി. ഇതുണ്ട്, ഈ കടലിൽ നിന്ന് തിര കയറിയതാണ്, മൊത്തം തകർന്ന് നശിച്ചു പോയി. ഇവിടെ മിക്ക വീടുകളും ഇങ്ങനെ അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഇതുണ്ട്, ആ വീടിൻ്റെ ബാക്ക് സൈഡേ കാണും, എല്ലാം തകർന്ന് തരിപ്പണമായിപ്പോൾ. ഇതുണ്ട്, കടലുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല, പക്ഷേ വീട് നശിച്ചു പോയി. അതുകൊണ്ട് ഇത് നമ്മൾ ആ വഴി കണ്ടില്ലേ, ഇപ്പോൾ ആ റോഡാണ് കാണുന്നത്. ഇതാണ് അവസ്ഥ, ഓരോ മനുഷ്യൻ്റെ ഓരോ അവസ്ഥകളെ. ഇവിടെ ഞാൻ കണ്ടതിൽ ഒരു 100ഓളം വീടുകൾ ഇതുപോലെ നശിച്ചു കിടപ്പുണ്ട്. കണ്ടതില്ലേ, എന്ത് ചെയ്യാൻ.